നമ്മൾ ഇനി പോകാൻ പോകുന്നത് മാഡം തുസോഴ്സ് ആണ്. അതാണ് നേരെ മുന്നിൽ കാണുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മെയിനായിട്ട് വാക്സ് മ്യൂസിയം എന്നൊരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷേ അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് വേറെ ധാരാളം ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. നമ്മൾ കയറി വരുമ്പം ആദ്യമേ തന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് വാക്സ് മ്യൂസിയത്തിന്റെ ഒരു ഏരിയയിലോട്ടാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും മെഴുക പ്രതിമകളാണ്. പക്ഷേ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ശരിക്കുമുള്ള ആൾക്കാർ നിൽക്കുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു മെഴുകു പ്രതിമകളെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ആൾക്കാരും ഈ പ്രതിമകളും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആരാണ് ഒറിജിനൽ ആരാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുപോലെയുള്ള ഒരു ഒറിജിനാലിറ്റിയാണ് ഈ ഒരു സ്കൾപ്ചേഴ്സിന് ഉള്ളത്. ഈ കാണുന്ന ഓരോ പ്രതിമകളും ഉണ്ടാക്കുവാൻ വേണ്ടി ഏകദേശം 4 തൊട്ട് 6 മാസം വരെ എടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ 20 പേരാണ് ഈ ഒരു കാലയളവിൽ ഓരോ പ്രതിമയ്ക്കുമായി പണിയെടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാകും. കാരണം നമുക്ക് മെഴുകു പ്രതിമകൾ ഉണ്ടാക്കിയിട്ട് അതിനുശേഷം ഇതുപോലെ ഹെയർ ഫിക്സിങ്, ഡ്രസ്സിങ്, പെയിൻറ്റിങ് തുടങ്ങിയ കുറേ അധികം പണികൾ ഇതിന് വരുന്നുണ്ട്. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ഒറിജിനൽ മനുഷ്യന് നിൽക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് കാണുക. ഇതിൻ്റെ വേറെ രസകരമായൊരു കാര്യം, നമ്മൾ ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി കയറി വരുമ്പോൾ ശരിക്കും നല്ല തിരക്കുള്ള ആൾക്കാർ നല്ല തിരക്കിൽ നിൽക്കുമ്പോൾ നമുക്കിതിനകത്ത് ഏതാണ് പ്രതിമ അതുപോലെ ഏതാണ് ഒറിജിനൽ ആൾക്കാർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം പലപ്പോഴും പലരും ഇതേപോലെ ഓരോ പ്രതിമകളെ അടുത്തിരുന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ശരിക്കും ആരാണ് ഒറിജിനൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ സ്കൾപ്ചേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പല സോണുകളായിട്ടാണ്. അതായത് ഫിലിം സോൺ ഉണ്ട്, മ്യൂസിക് സോൺ ഉണ്ട്, സ്പോർട്സ് സോൺ ഉണ്ട്, പിന്നെ റോയൽറ്റി സോൺ ഉണ്ട്. അതായത് ഇവിടുത്തെ റോയൽ ഫാമിലിയുടെ ആൾക്കാരുടെ സ്കൾപ്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മാർവൽ സൂപ്പർ ഹീറോസിൻ്റെ ഒരു സോണുണ്ട്, പിന്നെ സ്റ്റാർ വാറിൻ്റെ ഒരു സോണുണ്ട്, പിന്നെ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിൻ്റെ ഒരു സോണുണ്ട്. അതായത് നമ്മുടെ മഹാത്മാഗാന്ധി, ആൽബർട്ട് ഐൻസ്റ്റീൻ, മാർട്ടിൻ ലൂതർ കിങ്, അങ്ങനെയുള്ള വിൻസ്റ്റൺ ചർച്ചിൽ അങ്ങനെ തുടങ്ങിയ ആൾക്കാരെയൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ആദ്യമേ കണ്ട് പോന്നുകൊണ്ടിരിക്കുന്നത് ഫിലിം സോണാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഹോളിവുഡും ബോളിവുഡിലൊക്കെ മെയിൻ ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെയൊക്കെ എന്താ പറയുന്നത്, ജോണി ഡെപ്പ്, ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ, ടോം ക്രൂയിസ്, ഷാരുഖ് ഖാൻ, അങ്ങനെ തുടങ്ങിയ മെയിൻ ആൾക്കാരൊക്കെ നമുക്ക് കാണാം. പിന്നെ നമ്മൾ അടുത്തത് വരുന്നത് മ്യൂസിക് സോണാണ്. മ്യൂസിക് സോണിൽ നമുക്ക് മെയിനുള്ള, എനിക്ക് പേരൊന്നും അറിയത്തില്ല, നമുക്ക് മെയിനായിട്ട് ആൾക്കാരെയൊക്കെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് വരുന്നത് സ്പോർട്സ് സോണാണ്. സ്പോർട്സ് സോണിൽ നമ്മുടെ ഉസൈൻ ബോൾട്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോ, സെറീന വില്യംസ് തുടങ്ങിയൊക്കെ മെയിൻ ആൾക്കാർ നമുക്ക് കാണാം. പിന്നെ നമ്മൾ പോകുന്നത് റോയൽ സോണിലേക്കാണ്. റോയൽ സോണിൽ നമ്മുടെ ഇവിടുത്തെ ബ്രിട്ടീഷ് ഫാമിലിയിലെ ആൾക്കാർ, പഴയ രാജാവിനെ, രാജ്ഞിനെ, ഡയാന രാജകുമാരി തുടങ്ങിയ ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ലണ്ടനായിട്ട് തൊട്ടടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ ലണ്ടനെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ മാഡം റിസോർട്ട്സും, നമ്മൾ നേരത്തെ വീഡിയോ ഇട്ട് സീ ലൈഫും, അതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ക്രൂസ് ട്രിപ്പ് തുടങ്ങിയ മെയിൻ സംഭവങ്ങളൊക്കെ നമുക്ക് ഒറ്റ ഒരു ദിവസം തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ് ശരിക്കും ഒന്ന് പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇതിനൊക്കെ ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു തിരക്ക് നമുക്ക് ഒഴിവാക്കാം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ നല്ല തിരക്കുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീക്ക് ഡേയ്സിൽ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരക്ക് കുറഞ്ഞ ഒരു സമയത്ത് നമുക്ക് വരാൻ സാധിക്കും. വീക്കെൻഡ്സിൽ അതല്ലെങ്കിൽ നമ്മൾ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ വീക്ക് ഡേയ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് നിന്ന് എല്ലായിടത്തും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് പോകാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. കാരണം നമ്മൾ ഓരോ മെഴുകു പ്രതിമയുടെ അടുത്ത് ചെല്ലുമ്പോഴും ആൾക്കാരിങ്ങനെ പ്രധാനമായിട്ട് മെയിൻ ആൾക്കാരൊക്കെ അടുത്ത് ചെല്ലുമ്പം ആൾക്കാരിങ്ങനെ ക്യൂ ആണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഫൺ ആക്ടിവിറ്റീസ് കാണാൻ പറ്റും. അതായത് നമുക്കിതൊക്കെ ഇങ്ങനെ കണ്ടുപോകുന്ന ഇടയ്ക്കൊക്കെ ചില ഏരിയാസ് ഉണ്ട്, അവിടെ നമുക്ക് ഇങ്ങനെ ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് റോയൽ സോണാണ്. അതായത് നമ്മുടെ ബ്രിട്ടീഷ് റോയൽ ഫാമിലിയിലെ ആൾക്കാരുടെ വാക്സ് സ്കൾപ്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്കിതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഫോട്ടോ എടുത്തിരുന്ന ആൾക്കാരുണ്ട്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുത്തിരുന്നു, നമ്മൾ ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ സ്ക്രീനുകൾ കാണാം. ഇവിടുത്തെ മെയിൻ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സ്ക്രീനുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ടെലഫോണാണ് കാണുന്നത്. അതായത്
UK നമുക്ക് മിക്കടത്ത് ഇപ്പോഴും നമുക്ക് കാണാം റോഡ് സൈഡിലൊക്കെ. ഇവിടേക്ക് നമുക്ക് നിന്ന് ഇതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് എല്ലായിടത്തും നിന്ന് ഫോട്ടോ എടുക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇപ്പം തന്നെ വരുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഫോട്ടോഗ്രാഫർമാരുണ്ട്. അവർക്ക് നമുക്ക് ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഫോട്ടോ എടുത്ത് തരുന്നതാണ്. ഇപ്പോൾ നമ്മളുള്ളത് മ്യൂസിക് സോണാണ്. ഇവിടെ നമുക്ക് ലൈവായിട്ട് മ്യൂസിക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്കിവിടെ ഉണ്ട്. ഇത് ഫുള്ള് നമുക്ക് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനുകളിലൊക്കെ ഇതുകൊണ്ട് ഓരോ ഫംഗ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആൾക്കാരൊക്കെ ഇതുപോലെ നിൽപ്പുണ്ട്. ഫുള്ള് നമ്മുടെ നല്ല ഭയങ്കര രസമുണ്ടാകും. ഭയങ്കര ലൈറ്റിങ്ങും ഭയങ്കര കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു വേറൊരു വൈബാണ്. നമ്മളിപ്പോൾ വന്നതുപോലില്ല. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് സ്റ്റാർ വാർസ് സോണിലോട്ടാണ്. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു മൂവിയിലെ പല പല പോർഷൻസ് അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ മൂവിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പല വെപ്പൺസും അതിൻ്റെ പ്രൊട്ടോടൈപ്പ് ആ സെയിം ഒറിജിനൽ ലുക്ക് തന്നെ വരുന്ന രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രാമാറ്റിക് സൗണ്ട്, ലൈറ്റ്, അതെല്ലാം കൂടി ശരിക്കും ആ ഒരു മൂവീനെ മൂവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതെല്ലാം റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പല സീനുകളും അതേപോലെ തന്നെ അതിൻ്റെ പല റൂമുകളും കാര്യങ്ങളും ഒക്കെ അതേപോലെ തന്നെയാണ് റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ മൂവി കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കിതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല. പക്ഷേ എന്നിരുന്നാലും ഒത്തിരി ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഇങ്ങോട്ട് വരുന്നതൊക്കെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ പല ആൾക്കാർ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കത് അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ പലതും ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. പിന്നെ പലതും ഒക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ചില സീനിലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒറിജിനാലിറ്റി ഇതുണ്ട്. ഇതൊക്കെ ഒരു ആസിഡ് ഒരു സെക്ഷനൊക്കെ കാണിച്ചിരിക്കുന്നതാണ്. അതൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഓരോ സീനുകളും ഇതുണ്ട്. ആ ബ്ലഡൊക്കെ പോയേക്കുന്ന ഓരോ സീനുകളൊക്കെ ഭയങ്കര ഒറിജിനൽ ഒരു രീതിയാണ്. അതായത് നമ്മൾ ആ സൗണ്ട് കൊണ്ടും അതിൻ്റെ ആ ഒരു ശരിക്കും റിക്രിയേഷൻ കൊണ്ടും തന്നെ നമുക്ക് അത് ഭയങ്കര രീതിയിൽ നമുക്കത് കണക്റ്റ് ആകും. അതുപോലെ തന്നെ ഓരോ സീനുകളൊക്കെ റീക്രിയേറ്റ് ചെയ്തേക്കുന്നതൊക്കെ ആൾക്കാർ സൈഡിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ കണ്ടത് വേറെ സീനാണ് ഇതുണ്ടോ, തൂക്കിക്കൊല്ലുന്നൊരു സീനാണ്. ഭയങ്കര ഒറിജിനാലിറ്റിയാണ് ഇതുണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ തീരാറായി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവുകയാണ്. അത് സ്പിരിറ്റ് ഓഫ് ലണ്ടൻ എന്ന് പറയുന്നൊരു സെക്ഷനാണ് കേട്ടോ. അവിടെ നമുക്കറിയാം നമ്മുടെ ഈ ഇംഗ്ലണ്ടിലൊക്കെ പണ്ടത്തെ പഴയ കാർ, നമ്മുടെ നാട്ടിലേക്ക് അംബാസഡർ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഒരു പഴയ ഒരു കാർ ഉണ്ടായിരുന്നു. അതിൻ്റെ മോഡലിൽ കുറേ കാറുകൾ ചേർത്തൊരു ട്രെയിൻ പോലെ സെക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് കയറി ഇരുന്നു കൊണ്ട് നമുക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണാം. അതാണ് ഇനി അടുത്ത സെക്ഷൻ. നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ ഓരോ കാറിൻ്റെ ഓരോ സെക്ഷനും ഓരോ സീറ്റുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ശരിക്കും ഒരു ചെറിയ ട്രെയിൻ പോലെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ രണ്ട് സൈഡിലോട്ടും ഇത് ഓട്ടോമാറ്റിക്കലി ഓരോ സ്കൾപ്ചറിൻ്റെ അടുത്തെത്തുമ്പോഴും ഇത് അങ്ങോട്ട് തിരിച്ച് നമ്മളത് ശരിക്കും കാണിച്ച് അങ്ങനെയാണ് കേട്ടോ ഇത് പോകുന്നത്. ഇനിയിപ്പം നമ്മൾ പോകുന്നത് മാർവൽ സ്റ്റുഡിയോസിലോട്ടാണ് കേട്ടോ. നമ്മളിത് എത്തുന്നത് അങ്ങോട്ടേക്കാണ്. നിങ്ങൾ ഇവിടെ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാവുന്നുണ്ടോ, ഇതൊക്കെ പലതും വർക്കിംഗ് മോഡലുകളാണ് കേട്ടോ. അതായത് സൗണ്ടുകളുണ്ട്, അതുപോലെ ആക്ഷനുകളൊക്കെ ഉണ്ട്. പല സ്കൾപ്ചറുകളും അനങ്ങുന്ന ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ലൈറ്റ് കൊണ്ടും സൗണ്ട് കൊണ്ടും അതിൻ്റെ ആ ചെറിയ മൂവ്മെൻറ്റ്സ് കൊണ്ടൊക്കെ അവർ ശരിക്കുമുള്ള ഒരു ഒറിജിനാലിറ്റി നമുക്കത് ഫീൽ ചെയ്യും. അതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഇവിടെ വരുമ്പം ഈ ഒരു വാക്സ് മ്യൂസിയം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ ശരിക്കും കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അതായത് കുറേ ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള. അതായത് ശരിക്കും ആ ഒരു ഇതൊക്കെ ഈ ഒരു സെക്ഷനിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അതായത് ഒരു ഓട്ടോമേറ്റഡ് സെറ്റപ്പ് പോലെയാണ്. കാരണം നമ്മളിത് കയറി എന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറൊന്നും ആൾക്കാരൊന്നും ആവശ്യമില്ല. അത് നമ്മൾ കാണാൻ പോകുമ്പോഴാണെങ്കിലും നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ആകുമ്പോൾ നമ്മൾ ശരിക്കും നടന്ന് മടുക്കുക. അതായത് നമ്മൾ കുറേ ഏരിയ കണ്ട് നമ്മൾ വരുന്ന സമയത്താണ് കേട്ടോ നമുക്കിങ്ങനെ ഒരു ട്രെയിൻ പോലെ ഈ ഒരു വണ്ടി പോലെ നമുക്കിങ്ങനെ കയറി ഇരുന്ന് പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മടുത്ത് വന്നു കഴിഞ്ഞാലും നമുക്കിതെല്ലാം ഇങ്ങനെ ഇരുന്ന് എല്ലാം കാണാൻ പറ്റും. അത് ശരിക്കും നല്ലൊരു അനുഭവമാണ്. അങ്ങനെ ഈ സെക്ഷൻ തീരാറായി. ഇനിയിപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വേറെ കാര്യം, നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് ചെറിയ ചെറിയ കഫേകളുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയ ചെറിയ കഫേകളും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും നമുക്ക് ക്ഷീണമൊക്കെ തോന്നുമ്പോൾ നമുക്കങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്തടുത്ത സെക്ഷനിലോട്ടൊക്കെ പോകാം. ഇനിയിപ്പോൾ നമ്മളിതുണ്ട് നമ്മുടെ ഫേമസ് ഹൾക്കിൻ്റെ ഒരു ഏരിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്.
ഈ ഒരു സോൺ അറിയപ്പെടുന്ന മറ്റേ മാർവൽ സ്റ്റുഡിയോസ് അങ്ങനെയാണ്. അതായത് നമ്മുടെ ആ മെയിൻ ഹീറോസ് ഉണ്ട്, നമ്മുടെ സ്പൈഡർമാൻ, ഹൾക്ക്, ബാറ്റ്മാൻ, അങ്ങനെ ഉള്ള കുറേ ആൾക്കാരുടെ ആ ഒരു സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇനിയുള്ളത് ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്. നമ്മുടെ ഈ മാർവൽ ഹീറോസിനെയൊക്കെ ശരിക്കും ഒരു 3D വിഷ്വൽ ട്രീറ്റ് തരുന്ന ഒരു തിയേറ്ററാണ്. നല്ലൊരു അടിപൊളി 3D ഫിലിം കാണുന്ന ഒരു എഫക്റ്റാണ് കേട്ടോ. നമുക്ക് ഗ്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിനി തിയേറ്ററിലോട്ട് കയറുവാണ്. നമ്മുടെ അങ്ങനെ ഫിലിം സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ മേഡ ഹീറോസിനെയൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഫോണിൽ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ 3D എഫക്റ്റ് കിട്ടത്തില്ല. നമ്മളങ്ങനെ ഫിലിം കണ്ടുകൊണ്ടിരിക്കണം. നല്ല അടിപൊളി വിഷ്വൽ ട്രീറ്റാണ് കേട്ടോ. ശരിക്കും നല്ല 3D എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ഫിലിമൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ട്യൂബ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഈസ്റ്റ് ഹാമിലോട്ടാണ്. ഈസ്റ്റ് ഹാമിൽ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. നമുക്കിവിടെ ധാരാളം കടകളുണ്ട്, അതായത് മലയാളി ഹോട്ടലുകളുണ്ട്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഉദയ റെസ്റ്റോറൻറ്റിലാണ്. ഉദയ റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ പണ്ടത്തെ ഒരു കേരള ഒരു ഹോട്ടലാണ്. അപ്പം നമ്മളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുപിട്ടാം. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് ക്ലിസ്റ്റെക്.